ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എവിടെയാണ്? എവിടെ? ഉണ്ണിക്കണ്ണൻ്റെ അവിടെ. അപ്പം ഗൈസ് ഉണ്ണിക്കണ്ണൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം നമ്മൾ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് ചെറിയൊരു ആഘോഷമൊക്കെ ഉണ്ട്, ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ മുറ്റത്ത് പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞു, ഇനി ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. അല്ല കണ്ണാ, ഇതിനെ എൻ്റെ അടുത്തേക്ക് ആദ്യമൊന്നും വന്നേർന്നില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, തെറ്റുമെന്നെ അവളുടെയും തെറ്റുമ്പോൾ മാത്രമാണ് വരണ്ടേറുന്നത്. ഇപ്പോൾ പെട്ടെന്ന് നിന്ന് കണ്ടപ്പോൾ ചാടി വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ചാടി വരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അയ്യോ എന്താ വേണ്ടേ, ഇരിക്കണോ? അപ്പം അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. നമുക്ക് മുറ്റത്ത് പന്തലൊക്കെ സെറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ജനക്കുട്ടി നോക്കിയിറങ്ങ്, പേടിണ്ടാ? മുറ്റത്ത് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പടക്കം പൊട്ടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ബലൂൺ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറയുക, പടക്കമൊക്കെ ഒന്ന് പൊട്ടിച്ച് നമ്മുടെ ബർത്ത്ഡേക്ക് ഒന്ന് കളറാക്കാം, തലേ ദിവസം തന്നെ കളറാക്കാമെന്നൊക്കെ വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേടില്ല, എന്നിട്ട് ഒറ്റ വീടല്ലേ. അപ്പോൾ ഗൈസ് നമുക്ക് വിഷു ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പടക്കൊന്നും പൊട്ടിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ജാനുവിനെ സംബന്ധിച്ച് പടക്കം പൊട്ടിക്കാനേ കഴിഞ്ഞിട്ടില്ല. കാരണം ഒന്നെങ്കിൽ വിഷു ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഏട്ടൻ്റെ അടുത്താവും. അപ്പോൾ അങ്ങനെയായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അവൾ ആദ്യമായിട്ടാണ് അവളുടെ എന്താ പറയുക കത്തിക്കണതൊക്കെ. പക്ഷെ എന്താ പ്രശ്നം ഉണ്ടായി വെച്ചെങ്കിൽ അവളുടെ കൈയൊന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ട. അപ്പം ഇച്ചിരി ഇങ്ങനെ ഇപ്പോഴും എന്താ പറയുക പൊള്ളേൻ്റെ ഇത് കാണുന്നുണ്ട്, കയ്യുമ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ചെറുതായിട്ടൊരു പൊള്ളി എല്ലാവരും ഒന്ന് പേടിച്ചു കൂട്ടാം. അപ്പം നമ്മളങ്ങനെ ഇന്നത്തേത് ഇനി മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിർത്തി, പടക്കം പൊട്ടിക്കലൊക്കെ നിർത്തി നമ്മൾ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബലൂണൊക്കെ നമ്മൾ സെറ്റാക്കി. പക്ഷെ നോക്കുമ്പോൾ ബലൂൺ ടാപ്പ് മിസ്സിങ് ആണ് കേട്ടോ. അപ്പം അതില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ശ്രീകുട്ടി, കസിനാണ്. അപ്പോൾ അവളും ഡെക്കറേഷന് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ചെയ്തത്. നല്ല വൈബായിരുന്നു. അപ്പോൾ ഉണ്ണിക്കണ്ണനാണെങ്കിൽ മറ്റേ ചെയറൊക്കെ കിട്ടിയിട്ടുണ്ട്, അവൻ്റെ അമ്മായി കൊടുത്തതാണ്. അപ്പോൾ ജാനുക്കുട്ടി ഫുൾ ടൈം അതുമേ തന്നെയായിരുന്നു കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ്റെ പകുതി വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡെക്കറേഷൻ കിറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വിചാരിച്ച പോലെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല, ബലൂൺ ടാപ്പ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ എല്ലാ വർക്കും ചെയ്യണത്. പക്ഷെ നമ്മൾക്ക് നെക്സ്റ്റ് ഡേക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു. കുറച്ച് ബലൂണിൻ്റെ കുറവുണ്ടായിരുന്നു. പിന്നെ ഡബിൾ ടാപ്പ് ഒന്നും അങ്ങനെ കറക്റ്റായിട്ട് നല്ല ടാപ്പ് അല്ലാത്തതുകൊണ്ടായിരിക്കാം അറിയില്ല, അത് ഒട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഡേ കാണാം കേട്ടോ. താങ്ക് യു.